നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുടുംബ കോടതികളിലെ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് അറിയാം, കുടുംബ കോടതികളിൽ ഒരു കേസുമായിട്ട് ആര് ചെന്നാലും ആദ്യം ചെയ്യുന്നത് കൗൺസിലിങ്ങിന് വിടുക എന്നുള്ളതാണ്. ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് പലരും ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, അതെന്തോ ഒരു മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുള്ളവർക്കുള്ള ചികിത്സാ രീതിയാണ് കൗൺസിലിംഗ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് കുടുംബ കോടതിയെ സമീപിക്കുന്നത്? ഒരു ഭാര്യയും ഭർത്താവും അവർ തങ്ങളിലുള്ള മാനസികമായിട്ടുള്ള പൊരുത്തക്കേട് കൊണ്ട് അവരുടെ ബന്ധം വേർപെടുത്തുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക ഇടപാടുകൾക്ക് പരിഹാരം കാണുന്നതിനോ അല്ലെങ്കിൽ ചെലവിന് വേണ്ടിയോ ഒക്കെയാണ് ഒരു കുടുംബ കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ ഒരു കുടുംബ കോടതിയെ സമീപിക്കുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം, ആദ്യമാണെങ്കിൽ ആദ്യം, എപ്പോഴായാലും രണ്ടുപേരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കോടതികൾ അവരെ വിടുന്നത് കൗൺസിലിങ്ങിനാണ്. അപ്പൊ കൗൺസിലിങ്ങിന് വിടുക എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു കോടതിയും ഒരു ബന്ധങ്ങളും പിരിച്ചു വിടുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർ എങ്ങനെയെങ്കിലും ഈ ബന്ധങ്ങളെ ഒന്ന് കെട്ടുറപ്പിച്ച് വിടുവാൻ വേണ്ടിയാണ്, ഒരുമിച്ച് വിടുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് കൗൺസിലിംഗ്. അപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കുടുംബ കോടതികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ കൗൺസിലിങ്ങിലൂടെ പല കുടുംബങ്ങളും ഒരുമിച്ച് പോകാറുണ്ട്. അത് ഈ കൗൺസിലിന്റെ ഒരു കഴിവ് കൂടിയാണ്. ഈ വെറുതെ നമ്മൾ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ കൗൺസിലിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കൗൺസിലർ ആവണമെന്നൊന്നുമില്ല. അതിന് നല്ല പ്രാക്ടീസ് വേണം, കഴിവ് വേണം. അതുപോലെ ഇതൊരു കലാപരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതൊരു കലയായിട്ട് തന്നെ കാണണം. അപ്പോൾ ഈ കൗൺസിലിങ്ങിലൂടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരായിരിക്കും മുമ്പിലിരിക്കുന്നത്. അവരെ കുറിച്ച് അവരുടെ മൈൻഡില് അവരുടെ പ്രശ്നങ്ങൾ അത് അവരറിയാതെ തന്നെ അവർ പ്രശ്നങ്ങൾ തുറന്നു കൗൺസിലറോട് പറയുവാൻ വേണ്ടിയുള്ള ടെക്നിക്സ് ഒരു കൗൺസിലിനുണ്ടായിരിക്കണം. ഈ വന്നിരിക്കുന്ന കക്ഷികൾ അവർ ഒരിക്കലും ആദ്യമൊന്നും സത്യം പറയില്ല. ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും സത്യസന്ധമായ കാര്യങ്ങളൊന്നും അവർ പറയില്ല. അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഉപദ്രവം അല്ലെങ്കിൽ ഭർത്താവിന് പല പല ബന്ധങ്ങൾ അല്ലെങ്കിൽ നിരുത്തരവാദിത്തപരമായിട്ടുള്ള കാര്യങ്ങൾ, ചെലവ് തരുന്നില്ല, അല്ലെങ്കിൽ ക്രൂവൽറ്റിയാണ്, അതുകൊണ്ട് ഈ ബന്ധം വേർപെടുത്തി തരണമെന്നൊക്കെ ആയിരിക്കും ഒരു അഡ്വക്കേറ്റിനോട് പറയുന്നത്. പക്ഷേ ഇതേ കാര്യങ്ങളായിരിക്കും ആദ്യം ഒരു കൗൺസിലറോടത്തും പറയുന്നത്. ഒരു കഴിവുള്ള കൗൺസിലർ ആണെങ്കിൽ അവരെ ഇരുന്ന് സംസാരിച്ച് അവരുമായിട്ട് ഒരു റാപ്പോ ബിൽഡിങ് ഉണ്ടാക്കിയെടുക്കും. ആ ഒരു റാപ്പോ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും തങ്ങളിലുള്ള ഒരു അടുപ്പമാണ്. അപ്പോൾ ഒരു ക്ലയന്റ് വിചാരിക്കും, ഞാൻ എൻ്റെ സത്യങ്ങളൊക്കെ ഈ കൗൺസിലിനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സഹായിക്കാൻ ഇദ്ദേഹത്തിന് പറ്റും എന്നൊരു ബോധം ആ ക്ലയന്റിന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മൈൻഡ് തുറക്കും. അവരുടെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ കൗൺസിലിനോട് പങ്കുവയ്ക്കും. അത് ഹസ്ബൻഡും വൈഫും അങ്ങനെ ഈ യഥാർത്ഥ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഒരു കഴിവുള്ള കൗൺസിലർ ആണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അത് ഇവർ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ എങ്ങനെ നിങ്ങൾ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അതിന്റെ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്, അത് എവിടെ ചെന്ന് അവസാനിക്കും, നിങ്ങൾ രണ്ട് തട്ടായിട്ട് പോയി കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ പല ആംഗിളിൽ നിന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇരിക്കുന്ന ക്ലയന്റിന് അവർക്ക് നല്ലൊരു വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് കുടുംബ കോടതിയെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഈ കൗൺസിലിനെ കുറിച്ച് നമുക്ക് പൊതുവായിട്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്നത് ഇതൊക്കെയാണ്. എന്താണ് കുടുംബ കോടതിയിലെ കൗൺസിലിംഗ് ഇപ്പൊ നടക്കുന്നത്? ഒരു കുടുംബ കോടതിയിൽ തന്നെ ഒരു ദിവസം 10-100 കേസ് വിളിക്കാറുണ്ട്. ഈ 100 കേസ് വിളിക്കുമ്പോൾ തന്നെ ഒരുപാട് കേസുകൾ കൗൺസിലറുടെ അടുത്തോട്ട് പറഞ്ഞു വിടും. ഈ ഇരിക്കുന്ന കൗൺസിലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കേസ് കൈകാര്യം ചെയ്യുന്നതിന് ചിലപ്പം 10 മിനിറ്റ് പോലും അദ്ദേഹം എടുക്കണമെന്നില്ല. കാര്യം അത്രയും ക്ലയന്റുകൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അത്രയും ആൾക്കാർ ഇരുത്തി എത്ര നേരം കൊണ്ട് കൗൺസിൽ ചെയ്ത് തീർക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ അവര് ഏറ്റവും മൂലയൊക്കെ എന്ന് മനസ്സിലാക്കി അങ്ങ് പറഞ്ഞു വിടുക ചെയ്യുന്നത്. കൗൺസിലിംഗ് കംപ്ലീറ്റ്, കൗൺസിലിംഗ് ഫെയിലുവർ അല്ലെങ്കിൽ സക്സസ്, ഇത്രയാണ് ഇതിനകത്ത് നടക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല വേണ്ടത്. ഈ കൗൺസിലർമാർ തന്നെ അവർ ആത്മാർത്ഥമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ ഈ ഭരിക്കുന്ന ക്ലയന്റിനെ
അവരെ ഒരുമിച്ച് പറഞ്ഞുവിടാൻ ആദ്യമേ അവർ തന്നെ വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ച് സന്തോഷത്തോടെ ജീവിച്ച ആൾക്കാരാണ്. അപ്പൊ ആ ഇരിക്കുന്ന കൗൺസിലർ മനസ്സിലാക്കണം, ഇതിൽ ഇവരുടെ പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ ഭവിഷ്യത്തുകൾ, ആ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, കുട്ടികളുടെ ഭാവി, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് സമയം ആവശ്യമാണ്. ഈ സമയമെടുത്ത് അതിന് തന്നെ പല സെക്ഷൻസ് ഉണ്ട്. ഇപ്പം രണ്ടുപേരെ ആദ്യം ഇരുത്തി സംസാരിപ്പിക്കാം, പിന്നീട് ഓരോരുത്തരെ ഇരുത്തി സംസാരിപ്പിക്കാം, വീണ്ടും രണ്ടുപേരെ ഇരുത്തി സംസാരിപ്പിക്കാം. അങ്ങനെ പല സെക്ഷൻ കഴിയുമ്പോഴേ ഒരു കൗൺസിലർ നന്നായിട്ട് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഇതൊന്നും അല്ല നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് ഒരു ആചാരം പോലെ അങ്ങ് നടക്കുകയാണ്. എത്ര പേര് വന്നെങ്കിലും അന്ന് കൗൺസിലിംഗ് ചെയ്ത് തീർത്ത് കളയും. അതാണ് ഇപ്പോഴിരിക്കുന്ന മിക്ക കൗൺസിലർമാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ കൂട്ടി യോജിപ്പിക്കാനല്ല നോക്കുന്നത്. ഇവർ ടേംസ് ആൻഡ് കണ്ടീഷൻ എഴുതി കേസ് തീർക്കാനാണ് നോക്കുന്നത്. നിങ്ങൾക്ക് അവരെ ഒന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പോലും ഇവർക്ക് സാധിക്കില്ല. ഇവരുടെ കഴിവുകേട് കൊണ്ടാണോ അതോ ഇവർ ചെയ്യാത്തതാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഴിവുണ്ടായിരിക്കണം. ആരെയും വശീകരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഒരു കൗൺസിലറുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ക്ലയന്റിന് ബോധ്യമാവണം, ഇദ്ദേഹം ഞങ്ങളെ രക്ഷിക്കും എന്നൊരു ബോധം ഉണ്ടായിരിക്കണം. ഇത് ചില കൗൺസിലറെ കണ്ടാൽ തന്നെ അവരെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. എപ്പോഴും കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന, ദേഷ്യത്തിലിരിക്കുന്ന എത്ര കൗൺസിലർമാരാണ് നമ്മളെ കുടുംബ കോടതിയിലുള്ളത്. അവരെയൊക്കെ വിചാരം ഇവരൊക്കെ എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ളതാണ്. അവർ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ എന്തിനാണ് ഈ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാണ് വലിയൊരു ശമ്പളം തന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? ഈ കുടുംബങ്ങളെ ഒരുമിച്ച് പറഞ്ഞു വിടാനില്ലേ? നിങ്ങൾ അവരോട് എന്തിനാണ് ഇങ്ങനെയും ദേഷ്യപ്പെടുന്നത്? പല കൗൺസിലർമാരും ക്ലയന്റിനോട് ദേഷ്യപ്പെട്ട് പറയുന്നതായിട്ടൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കൗൺസിലർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ട നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നല്ല ചിരിയോടുകൂടിയിരിക്കുന്ന ഒരു മുഖമാണ്. എത്ര ദേഷ്യം വന്നാലും അത് പുറമേ കാണിക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമായിരിക്കണം ഫസ്റ്റിൽ ഒരു കൗൺസിലർക്ക് വേണ്ടത്. നമ്മളെ കൗൺസിലർമാരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരെയൊക്കെ മുഖത്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് നോക്കാൻ പറ്റാത്ത പല കൗൺസിലർമാരും ഉണ്ട്. ഇവരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടുകയല്ലേ വേണ്ടത്? യഥാർത്ഥത്തിൽ കൗൺസിലർമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഡിഗ്രി വെച്ച് മാത്രമല്ല, ഒരു ക്വാളിഫിക്കേഷൻ വേണം. ക്വാളിഫിക്കേഷൻ എടുത്ത് ഉണ്ട്, ഓക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇനി അവരെ എങ്ങനെ സെലക്ട് ചെയ്യാം? അവരെ ഒരു 10 ക്ലയന്റിനെ വിട്ടുകൊടുക്കുക. ക്ലയന്റിനെ വിട്ടുകൊടുത്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് അവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് കൗൺസിലിംഗ് ചെയ്യിപ്പിക്കുക. അതിനകത്ത് അവർ സക്സസ് ആയി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ ഈ കൗൺസിലറായിട്ട് എടുക്കാം. ഇതൊന്നും അല്ല, ഇതൊരു ട്രെയിനിങ്ങും ഇല്ല. സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് വേക്കൻസി വരുമ്പോൾ പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ അവർ കൗൺസിലറായി. അങ്ങനെ എത്ര കൗൺസിലർമാർ നമ്മുടെ ഫാമിലി കോടതികളിലുണ്ട്. ഈ കൗൺസിലർമാർ തീർച്ചയായിട്ടും ഈ വീഡിയോ കേൾക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എത്ര കുടുംബങ്ങളെ നിങ്ങൾക്ക് യോജിപ്പിച്ച് വിടാൻ പറ്റിയിട്ടുണ്ട്? ഇനി കഴിഞ്ഞ മാസം നിങ്ങൾ എത്ര കുടുംബങ്ങളെ തങ്ങളിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എഴുതി വേർതിരിപ്പിക്കാൻ, ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്? അതിന് ഒരു കേസ് ഡിസ്പോസൽ ചെയ്യുന്നതല്ല കാര്യം. ഒരു കേസ് നിങ്ങൾ മുമ്പിൽ വന്ന് കേസ് ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് അവരെ ബന്ധം വേർപ്പെടുത്തി വിടുന്നതിലല്ല നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന 2 പേര് പിണങ്ങി നിൽക്കുന്ന ഒരു കുടുംബത്തെ യോജിപ്പിച്ച് വിടുക നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ സക്സസ് ആയെന്ന് പറയാൻ പറ്റും. അതല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു കേസ് ഏതെങ്കിലും രീതിയിൽ അത് ക്ലോസ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഈ പറയുന്ന, സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് ഈ മിക്ക കൗൺസിലർമാരും കാണിക്കുന്ന ഇത്തരത്തിലുള്ള രീതികൾ. അവർക്ക് എങ്ങനെയെങ്കിലും കേസ് തീർക്കുക എന്നുള്ളതാണ്. അതല്ല, കുടുംബങ്ങളെ യോജിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം മാക്സിമം. ഈ കുടുംബങ്ങളെ യോജിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബങ്ങളെ അടുത്ത സെക്ഷനിലൂടെ, മീഡിയേഷൻ പറഞ്ഞ സെക്ഷൻ ഉണ്ടല്ലോ, അവർ ചെയ്തോളും. മീഡിയേഷൻ സെക്ഷൻ അവർ ചെയ്തോളും. ടേംസ് ആൻഡ് കണ്ടീഷൻ അവരെഴുതി ഈ പറയുന്ന പോലെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധം വേർപ്പെടുത്താൻ കാര്യങ്ങൾ അവർ നോക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ എഴുതാനുള്ള റൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ അവരെ ഒരുമിച്ച് വിടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ മാക്സിമം അതിന് ശ്രമിക്കുക. നിങ്ങൾ സമയം കണ്ടെത്തി അത് ചെയ്യുക. ഈ പറയുന്ന പോലെ സൗമ്യമായിട്ട് സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലയന്റ് നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അവരെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. ഒന്നുകിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അത് ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ ചെയറിൽ ഇരുന്നിട്ട് ഈ കുടുംബങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇത്
മറ്റാർക്കും ഷെയർ ചെയ്തില്ലെങ്കിലും കേരളത്തിലുള്ള എല്ലാ കുടുംബ കോടതിയിലെ ഈ കൗൺസിലർമാർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. നന്ദി.